ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു 3 ചെസ്റ്റിൻ്റെ വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, വർക്കൗട്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡംബൽസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, നമ്മൾ പുഷപ്സ് ആണ് ചെയ്യുന്നത്. ഓക്കെ, 3 എഫക്റ്റീവായിട്ടുള്ള പുഷപ്സ് വർക്കൗട്ട് നിങ്ങളുടെ ചെസ്റ്റിനെ നല്ല രീതിയിൽ ഷേപ്പ് ആക്കാനും ചെസ്റ്റ് മസിലിനെ ഗ്രോ ചെയ്യിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന പുഷപ്സിൻ്റെ വേരിയേഷൻസാണ്. നല്ല ടഫായിട്ടുള്ള വർക്കൗട്ടാണ്. ഓക്കെ, നിങ്ങളിത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡംബൽസുകളോ അല്ലെങ്കിൽ ജിമ്മിലോ ഒന്നും പോകാതെ തന്നെ നിങ്ങളുടെ ചെസ്റ്റ് മസിലിനെ നല്ല ഒരു ഷേപ്പിലോട്ടൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പം നിങ്ങളിത് വീട്ടിലൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. അപ്പം ഞാൻ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടത് ഇതാണ് 2 ചെയർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ വീട്ടിലുള്ള ചെയർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഈ ചെയറൊക്കെ കൊണ്ട് നമുക്ക് വ്യായാമങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം 2 ചെയർ എടുക്കുക. സ്ട്രോങ് ആയിട്ടുള്ള ചെയർ വേണം. ഓക്കെ, നിങ്ങൾ ഇതിനകത്താണ് നമ്മൾ പുഷപ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് ഉറപ്പില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം കസേരയൊക്കെ ഓടി നമ്മൾ താഴെ വിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യുക. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയർ ഈ ഒരു ഡിസ്റ്റൻസിലോട്ട് നിങ്ങൾക്ക് വെക്കാം. കണ്ടല്ലോ, ഇതേ നമുക്ക് നിങ്ങൾക്ക് വെക്കാം. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് കൈ വെക്കാം. ഓക്കെ, ഇതേപോലെ നിങ്ങളുടെ എൽബോ ഒക്കെ സ്ട്രൈറ്റ് ആയിട്ടിരിക്കണം. അതിനുശേഷം താഴുക, വളരെ സാവധാനം താഴുക. ഓക്കെ, മാക്സിമം ചെസ്റ്റിനെ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുക. അപ്പ് ആൻഡ് പതുക്കെ താഴ്ത്ത്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. കണ്ടല്ലോ? ഓക്കെ, എഫക്റ്റീവാണ്, വളരെ എഫക്റ്റീവാണ്. നിങ്ങൾക്ക് എത്രത്തോളം താഴോട്ട് താഴാനായിട്ട് പറ്റുന്നോ അത്രത്തോളം നല്ലതാണ്. നിങ്ങളുടെ ആ ഒരു സ്ട്രെച്ചിങ്, ആ ഒരു ചെസ്റ്റിന് നല്ല ഒരു സ്ട്രെച്ചിങ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് ഒരു 3 സെറ്റൊക്കെ ചെയ്യാം. ഒരു 10 റെപ്സ് 12 റെപ്സ് ഒക്കെ വെച്ചിട്ട് വളരെ എഫക്റ്റീവാണ് ഇങ്ങനെ ഈ ഒരു ചെസ്റ്റിൻ്റെ വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടുതലും തടിയുടെ കസേരകളുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, കാരണം അതൊക്കെ ആകുമ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പം ഇതിനുള്ള 2 കസേര വെച്ചിട്ട് നമുക്ക് ചെസ്റ്റ് മസിലിനെ നല്ല രീതിയിൽ ആക്കി എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. വളരെ എഫക്റ്റീവാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുക. ഓക്കെ, സൂക്ഷിച്ച് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ വർക്കൗട്ട്. ഫ്രണ്ട്സ്, നിങ്ങളുടെ രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഓക്കെ, നമുക്ക് ഫ്ലോറിലാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ സാധാ പുഷപ്പിൻ്റെ പൊസിഷൻ നിങ്ങൾ പുഷപ്പ് ചെയ്യുന്നതാണ്. ഇതേപോലെ വരിക. ഓക്കെ, അതിനുശേഷം സ്ട്രൈറ്റ് ആക്കുക, ബോഡിയെ സ്ട്രൈറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സാവധാനത്തിൽ താഴോട്ട് വരിക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അപ്പം നമ്മൾ 1 2 3 4 5 5 സെക്കൻഡ് കൊണ്ട് നമ്മൾ താഴോട്ട് വരുന്ന രീതിയാണ്. വളരെ സാവധാനം വരുന്ന രീതി. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. അപ്പം കമോൺ, 1 2 3 4 and 5 ഹോൾഡ്. ഓക്കെ, ഇതാണ് സാവധാനം. 1 2 3 4 5 അപ്പ്. അപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫാസ്റ്റായിട്ട് അപ്പ് ചെയ്യുക. ഓക്കെ, സാവധാനം. 1 2 3 4 5 അപ്പ്. 1 2 3 4 5 അപ്പ്. വളരെ എഫക്റ്റീവാണ് ഈ ഒരു രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ആ ചെസ്റ്റിന് അത്രത്തോളം നല്ല ഒരു പ്രയോജനമാണ് ലഭിക്കുന്നത്. അപ്പം അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കൗണ്ട് ചെയ്തുകൊണ്ട് ചെയ്യുക. വളരെ സ്ലോയിൽ താഴ്ത്തു പോവുക. ഒന്നുകൂടെ കാണിച്ചു തരാം. പുഷപ്പിൻ്റെ പൊസിഷൻ സ്ട്രൈറ്റ്. അതിനുശേഷം ഓക്കെ, കമാൺ. 1 2 3 4 5 അപ്പ്. 1 2 3 4 5 ഹോൾഡ് അപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട്, ഹോൾഡിംഗ് പുഷപ്സ്. ഓക്കെ, വളരെ നല്ല ഒരു പുഷപ്സിൻ്റെ വേരിയേഷനാണിത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഒരു 10 12 റെപ്സ് ഒക്കെ ചെയ്യാം. ഓക്കെ, ഒരു 3 സെറ്റ് ചെയ്യുക.
അടുത്ത നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത് വൈഡർ പുഷപ്സ് ആണ്. ഓക്കെ, അപ്പം വൈഡർ പുഷപ്സ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ഒരു പുഷപ്സ് ചെയ്യുമ്പോൾ നമ്മൾ കൈ നമ്മുടെ ഷോൾഡർ ലെവലിലാണ് വെക്കുന്നത്. ഓക്കെ, ഈ ഒരു ലെവലിലായിരിക്കും വെക്കുന്നത്. അപ്പോൾ നമ്മൾ വൈഡർ പുഷപ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ ഷോൾഡർ ലെവലിൽ നിന്നും അല്പം കൂടെ അകത്തിയായിരിക്കും വെക്കുന്നത്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് ഇതേപോലെ. ഓക്കെ, ഷോൾഡർ ലെവലിൽ നിന്നും നമ്മൾ അകത്തി വെക്കുക. കൈ വൈഡർ ആയിരിക്കണം നമ്മുടെ കൈ. അതിനുശേഷം നിങ്ങൾ സാധാരണ പുഷപ്പിൻ്റെ പൊസിഷനിലോട്ട് വരിക. ഇതേ കണക്ക്. ഓക്കെ, ഇതേപോലെ വരിക, സ്ട്രൈറ്റ് യുവർ ബോഡി. അതിനുശേഷം സാവധാനം ഇതേപോലെ. ഓക്കെ, കൈ വൈഡായിരിക്കണം, നമ്മുടെ പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ചെയ്യുന്നത് ഇതേപോലെ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റ് കുറേ കൂടെ വൈഡായിട്ടാണ് വരുന്നത്. ഓക്കെ, നല്ലൊരു സ്ട്രെച്ചിങ് ആണ്. കാരണം നമ്മുടെ കൈ എത്രത്തോളം നമ്മൾ വൈഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഒരു വിരിവായിരിക്കും നമ്മുടെ ചെസ്റ്റിന് വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾ ഷോൾഡർ ലെവലിൽ നിന്നും കൂടെ കൈ അല്പം കൂടെ അകത്തി വെച്ചിട്ട് വേണം ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് നമ്മുടെ ഷോൾഡർ ലെവൽ ഈ ഒരു ലെവൽ കണ്ടില്ലേ, ഇതേ നമുക്ക് വൈഡറായിരിക്കണം കൈ. ഇത്ര മാത്രം വൈഡ് ചെയ്യുക. അതിനുശേഷം സാവധാനം അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട്, വൈഡർ പുഷപ്സ്. ഓക്കെ, ഇനി ഒരു പുഷപ്സിൻ്റെ വേരിയേഷനൂടെ കാണിച്ചു തരാം. അപ്പം അതും കൂടെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇതും നിങ്ങളൊരു 12 റബ്സ് ചെയ്യുക, ഒരു 3 സെറ്റ് ചെയ്യുക. ഫ്രണ്ട്സ്, നമ്മുടെ നാലാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് പുഷപ്സ് ആണ്. ഓക്കെ, ഇതും വളരെ നല്ല ഒരു വർക്കൗട്ടാണ് നിങ്ങളുടെ ചെസ്റ്റിന്. അപ്പം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ പുഷപ്സ് ചെയ്യുന്നവർക്ക് പുഷപ്പിൻ്റെ പൊസിഷനിൽ വരിക ഇതേപോലെ. ഓക്കെ, ഇത് കണക്ക് നിങ്ങൾക്ക് പുഷപ്പ് പൊസിഷനിലോട്ട് വരാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സാവധാനം താഴോട്ട് വരിക, വളരെ സാവധാനം ഇതേപോലെ. ഓക്കെ, ഇതേ കണക്ക് സാവധാനം വന്നതിന് ശേഷം കണ്ടല്ലോ, നിങ്ങൾ കൈ തന്നെ ഇതേ കണക്ക് ഒന്ന് ഉയർത്തി കൊടുക്കുക ഇതേപോലെ. അതിനുശേഷം വീണ്ടും പഴയ പൊസിഷൻ അപ്പ്. ഓക്കെ, ഇതേ കണക്കാണ് ചെയ്യേണ്ടത്. വീണ്ടും നിങ്ങൾ പതുക്കെ താഴോട്ട് വരിക. താഴോട്ട് വന്നതിന് ശേഷം കൈ ഇതേ ഉയർത്തി കൊടുക്കുക, വീണ്ടും പഴയ പൊസിഷൻ അപ്പ്. മേലോട്ട് വരുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത്. അപ്പം ഇത് നിങ്ങളൊരു 12 റബ്സ് വെച്ചിട്ട് ഒരു 3-4 സെറ്റ് നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമില്ല. അത് നിങ്ങളുടെ സ്റ്റാമിനയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ വർക്കൗട്ട്. അപ്പം 4 പുഷപ്സിൻ്റെ വേരിയേഷൻസാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കൂ. വളരെ എഫക്റ്റീവാണ് നിങ്ങളുടെ ചെസ്റ്റിനെ ഗ്രോ ചെയ്യിപ്പിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതല്ലേ.